ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ക്രാഫ്റ്റി വേൾഡ്. ഇന്നത്തെ വീഡിയോ ഇയർബഡ് കൊണ്ടുള്ള ഒരു ഫ്ലവറാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇയർബഡ്സ് എടുക്കാം. അതുകൂടാതെ തെർമോകോൾ ബോൾസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഇയർബഡ്സ് ഓരോന്നായി ഹാഫായി കട്ട് ചെയ്തെടുക്കാം. ഇയർബഡ്സ് കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ തെർമോകോൾ ബോൾസിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഈസിയായി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയർബഡ്സ് കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇയർബഡ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായി തെർമോകോൾ ബോൾസിലേക്ക് ഓരോന്നായി ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഇയർബഡ് എടുത്ത് ഓരോ ഹോളിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഹോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഇയർബഡ്സ് ഓരോന്നായി ഒരേ ലെവലിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ച് വലിപ്പമുള്ള തെർമോകോൾ ബോൾസ് ആണെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ വളരെ ചെറിയ തെർമോകോൾ ബോൾസാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇയർബഡ്സ് ഓരോന്നായി ഫിക്സ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇയർബഡ്സ് വരുമ്പോൾ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തതിന് ശേഷം ഇയർബഡ്സ് ഓരോന്നായി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്രാഫ്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ തെർമോകോൾ ബോൾസ് കുറച്ച് വലുപ്പമുള്ളത് വാങ്ങാൻ ശ്രമിക്കുക. ഞാനിവിടെ 5 ഫ്ലവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തെർമോകോൾ ബോൾസ് കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ ഇയർബഡ്സ് ഫുള്ള് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അടുത്തതായി ഒരു ബൗളിൽ വളരെ കുറച്ച് വെള്ളം എടുക്കുക. എടുത്ത് വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കളർ മിക്സ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ആവുന്ന ഏത് കളറും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ബഡ്സിൽ വളരെ കുറച്ച് മാത്രം കളർ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്ലവർ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഡിപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവർ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്കോ നമുക്ക് മാറ്റാം. എക്സസ് വരുന്ന വെള്ളം അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ഡ്രൈ ആയി കിട്ടും. അടുത്ത ഫ്ലവർ നമുക്ക് യെല്ലോ കളർ മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാക്കാം. അതിനായി ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവറും ഒരേ കളറായിരുന്നാലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പല പല കളർ മിക്സ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ മാറ്റേണ്ടതുണ്ട്. അടുത്തത് ഗ്രീൻ കളർ പെയിൻ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും ബാക്കിയുള്ള ഫ്ലവർക്ക് ചെയ്തതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല കളറിൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് പിങ്ക് കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് പെയിൻറ്റിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഡിപ്പ് ചെയ്തെടുക്കണം. കളർ മിക്സ് ചെയ്ത് വെച്ച എല്ലാ ഫ്ലവറും നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
അടുത്തതായി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അടുത്തതായി നമുക്ക് ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ബാർബിക്യൂ സ്ക്യൂറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്രീൻ കളർ ക്രെപ്പ് പേപ്പർ ആയിരുന്നാലും മതിയാകും. ഞാനിവിടെ ഗ്രീൻ കളർ ക്രെപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രെപ്പ് പേപ്പർ നന്നായി ചുറ്റിയെടുക്കാം. അഞ്ച് സ്റ്റെമ്മ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഫ്ലവറിലേക്ക് ആവശ്യമായിട്ടുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ക്രെപ്പ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്വയറായിട്ടുള്ള ക്രെപ്പ് പേപ്പർ 4ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഓരോ ഫ്ലവറിനും 2 ലീഫ് എന്ന കണക്കിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ 10 ലീഫ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായി നമുക്ക് ഫ്ലവറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. തെർമോകോൾ ബോൾസിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റെമ്മ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ ഫ്ലവറിലും ഞാൻ സ്റ്റെമ്മ് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫ്ലവറിൽ ലീഫ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ലീഫ് സെറ്റ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് താഴെയായി വേണം അടുത്ത ലീഫ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇയർബഡ് ഫ്ലവർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റിലൂടെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നല്ലൊരു ക്രാഫ്റ്റുമായി ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.